നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറഞ്ഞു, ഇപ്പൊ ഞാൻ ജോണിക്ക് പണം കൊടുത്തതിന് പ്രയോജനം ഉണ്ടായത് കണ്ടില്ലേ? ആ വാസവനൊരു കാര്യം മനസ്സിലായി, വിക്രമല്ല അത് ചെയ്തിരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ മിക്കവാറും പുളിക്കനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല, സത്യങ്ങളൊക്കെ പുളിക്കനെ കൊണ്ട് പറയിക്കും. നമുക്കൊരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ നാഗർകോവിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഇനി എങ്ങാനും അതിനു മുമ്പ് വാസവന്റെ കയ്യിൽ എങ്ങാനും പുളിക്കനെ കിട്ടുമെന്ന് ചോദിച്ചു. ഒരു കാരണവശാലും ഇല്ല. ഈ പറയുന്ന ജോണി ആ രാജനോടൊക്കെ ഒപ്പം പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. പുളിക്കൻ നാവ് തുറന്നൊന്നും വാസവനോട് പറയരുത്, ശബ്ദിക്കരുത്. എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാസവൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? നമുക്കെതിരെ തിരിയും. പിന്നെ അവൻ വെറുതെ ഇരിക്കില്ല, അവന്റെ മോനെ കൊന്നതിന്റെ പ്രതികാരം നമ്മളോട് തീർക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയാ, ആ പുളിക്കനാണ് ഏകസാക്ഷി. അവൻ ഞങ്ങൾ തീർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ ദീപ്തി, അവളെ ഒന്ന് സൂക്ഷിക്കണം. കാരണം അവൾ ഇനിയിപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ വാസവനോട് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നും അറിയില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞു, അവളൊരാരെന്ത് പറയാനായിട്ടാ? പോരാത്തേന് അവളാണ് ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തിലോ. വരുണിനെ കൊന്ന ആരാണെങ്കിലും അവരെ കണ്ടെത്തുന്നൊരു ചിന്താഗതി അവളുടെ മനസ്സിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വിക്രത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തെ അവളെയും കൂടെ ശത്രു ആക്കിയിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെ വന്നാലും ശരി, ഒരു കാരണവശാലും നമ്മൾ ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ആ വാസവനാണെങ്കിലും ശരി, എൻ്റെ വീട്ടിലാണെങ്കിലും ശരി. എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് അങ്കിളിന് അറിയാലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, നീ ധൈര്യമായിട്ടിരിക്കുക ശ്രീകാന്ത്. ഇത്രത്തോളം വരെ കാര്യങ്ങൾ എത്തിയില്ലേ? ആ വിക്രത്തിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദർശനും വേദയും തമ്മിലുള്ള വിവാഹം, പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. വേദയുടെ പേരിലുള്ള സ്വത്തുക്കളാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. വേദയുടെ പേരിലാണ് കമ്പനിയും വീടും ഒക്കെ. ദർശനും വേദം തമ്മിലുള്ള വിവാഹം നടക്കുവാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം തൻ്റെ മകന് ആ സ്വത്തിലൊരു വീതം കിട്ടുമല്ലോ, ആ ഒരു ചിന്തയായിരുന്നു ചന്ദ്രശേഖരൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പോരാത്തേനും ദർശനാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ശ്രീകാന്തിനും അത് ലാഭമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ വിക്രത്തെ കല്യാണം കഴിച്ചുകൊണ്ട് അങ്ങനൊരു ഗുണം കിട്ടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം അറിയാം. സ്വത്തുക്കൾ വല്ലയിടത്തേക്കും പോകുമല്ലോ, അതൊരു കാരണവശാലും സംഭവിക്കരുത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ശ്രീകാന്തിനും. ഇതേ സമയത്ത് വേദം മുറിയിലേക്ക് വരുവാണ്. വേദം മുറിയിലേക്ക് വന്നിട്ട് കുറേ സമയം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വിക്രം അപ്പുറം പോയി മാറിയിരിക്കുന്നുണ്ടായിരുന്നു. ശങ്കരനാരായണനും പത്മവും വന്ന സമയത്ത് വിക്രം മാറിയിരുന്ന വിക്രം കേട്ടിട്ടുണ്ടായിരുന്നു വേദയും ശങ്കരനാരായണനും തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. ഇവൾ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് തൻ്റെ വീട്ടിലേക്ക് ഇവൾ തിരികെ വന്നേ? അത് താൻ കരുതി പ്രതികാരം ചെയ്യാനായിരിക്കുന്നു, ഒരിക്കലുമല്ല, തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ വിക്രത്തിൻ്റെ മനസ്സിൽ വീണ്ടും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് വിക്രം മുറിയിലേക്ക് കയറി വരുമ്പം വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച കണ്ടേ. പിന്നീട് വിക്രം ആ കട്ടിലേക്ക് ഇരുന്നിട്ട് വേദയുടെ കൈയെടുത്ത് പിടിക്കുകയാണ്. ആ സമയം വേദ വിക്രത്തെ നോക്കി, എന്നിട്ട് വിക്രത്തോട് എന്താന്ന് ചോദിച്ചു. സത്യം പറ, നീ എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ ചോദിച്ചു, എന്താ വിക്രം എന്ന് ചോദിച്ചു. ഞാൻ കേട്ടു നീ പറയുന്നതൊക്കെ നിന്റെ അച്ഛനോട്. ഞാൻ കരുതിയത് നീ വീട്ടിലേക്ക് വന്ന് എന്നോടുള്ള വൈരാഗ്യം തീർക്കാനായിരിക്കുന്നു. ഒരിക്കൽ പോലും ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോഴേക്കും എനിക്ക് നിന്നോട് ദേഷ്യമായിരുന്നു പറഞ്ഞു. വേദ പറഞ്ഞു, അതാണ് ഇപ്പം കാര്യം, അതത്ര കാര്യമായിരുന്നു എടുക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം വേദ, നീ ഇത്രമാത്രം എന്നെ സ്നേഹിച്ചിട്ടും ഞാൻ നിന്നോട് ചെയ്തത് എനിക്കറിയായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഒരു പക്ഷെ നീ ആ വീട്ടിലേക്ക് തിരികെ വരുമെന്ന്. പക്ഷേ ഡിവോഴ്സ് നോട്ടീസും കൂടെ അയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. എപ്പോഴോ എൻ്റെ മനസ്സിൽ നീ കയറി വന്നു. കുറേ ഞാൻ നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ച, പക്ഷെ ആ സമയത്തൊക്കെ കൂടുതൽ ശക്തിയോട് കൂടിയിട്ടാണ് നീ മനസ്സിലേക്ക് കയറി വന്നേ. നീയുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ ശരിക്കും സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കാരണം നിന്നോട് അങ്ങനെ അടി കൂടുമ്പോഴും എനിക്ക് നിന്നോട് മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെനിക്കറിയാവുന്ന കാര്യം, അത് ഞാനും അറിഞ്ഞാണല്ലോ. ഞാൻ അങ്ങോട്ടേക്ക് തിരികെ വന്ന സമയത്ത് എനിക്ക് വിക്രത്തെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ പതുക്കെ എപ്പോഴോ വിക്രമായിട്ട് സംസാരിച്ച്, അല്ല നമ്മൾ തല്ലുണ്ടാക്കുന്ന ഓരോ നിമിഷവും ഞാനും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വിക്രമല്ലാതെ വേറെ എൻ്റെ ജീവിതത്തിലേക്ക് ആരും വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ദർശനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാനായിട്ടാണ് എൻ്റെ വീട്ടുകാർ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. വിക്രത്തിന് അറിയാലോ,
വിക്രം കെട്ടിയ താലിയാണ് എൻ്റെ ഇപ്പോഴും കഴുത്തേ കിടക്കുന്നത്. രണ്ടാമതും മൂന്നാമതും ഒക്കെ വിക്രം എൻ്റെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും വിക്രം അത് മനസ്സുകൊണ്ടായിരുന്നില്ലെന്ന് എനിക്ക് തോന്നേ. വീട്ടുകാർ രണ്ടുപേരും രണ്ടു കൂട്ടരും കൂടെ തീരുമാനിച്ച് വീണ്ടും ആ താലി കെട്ടുന്ന സമയത്തും വിക്രം അത് മനസ്സോടെയല്ല കിട്ടിയെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അത് പിന്നെ ഞാൻ വേണ്ട, എനിക്കറിയാം. വിക്രം പറഞ്ഞു, അന്നൊക്കെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു നിന്നോട്. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണോ? കാരണം ശ്രീനിവാസ് സാറിനെ നീ എതിർക്കുന്ന ഓരോ നിമിഷവും എനിക്ക് നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴോ നീ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. പക്ഷെ നീ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് അറിയില്ലായിരുന്നു വേദ. പിന്നീടാണ് ഞാനത് തിരിച്ചറിയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയൊന്നും മിണ്ടാതെ നിൽക്കുക. വിക്രം വേദനെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനു വേണ്ടിയിട്ടാ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്? എന്നെ രക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ വാസുവിന് വിട്ടുകൊടുക്കുമായിരുന്നെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടില്ലായിരുന്നോ? നിന്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന പോലെ ദർശനമായിട്ടുള്ള ജീവിതം, ആ സന്തോഷമായിട്ട് ജീവിതം നിനക്ക് കിട്ടിയാനും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് എപ്പോഴും സങ്കടമായി. വേദ പറഞ്ഞു, അപ്പം അതാണോ വിക്രത്തിൻ്റെ മനസ്സിലിരിപ്പ്? ഞാൻ ദർശനോടൊപ്പം ജീവിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ വിക്രത്തിന് സമാധാനം ആവുമെന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, അത് പിന്നെ വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. വിക്രത്തിനും കണ്ണ് നിറഞ്ഞു വന്നു. വിക്രം പെട്ടെന്ന് വേദയെ തന്നെ നെഞ്ചോട് അങ്ങോട്ട് ചേർത്ത് പിടിച്ചു. നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുകയാണ്. വേദ അറിയാതെ വിക്രത്തിന് നെഞ്ചിലേക്ക് പറ്റിപ്പോയി. കാരണം വേദയുടെ മനസ്സിലും ആഗ്രഹം ഉണ്ടായിരുന്നു വിക്രത്തെ ചേർത്ത് പിടിക്കണം, വിക്രത്തിന് ഉമ്മ കൊടുക്കണം എന്നൊക്കെ. പക്ഷേ എങ്കിൽ രണ്ടുപേരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം പ്രണയവും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് അവരുടെ മനസ്സ് രണ്ടുപേരും തുറക്കുവാണ്. തങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ പരസ്പരം തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ വേദയും വിക്രം കൂടെ ഒന്നാവണ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം തന്നെയായിരുന്നത് അവർ രണ്ടുപേരും കൂടെ ഒന്നാവണം എന്നുള്ളത്. പക്ഷേ എങ്കിൽ അതിനുള്ള സാഹചര്യ സന്ദർഭമൊന്നും ഉണ്ടായില്ല. ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാസവന് വിക്രത്തിൻ്റെ കാലെ ഉതിർത്തും നന്നായി. അതുകൊണ്ടാണല്ലോ വേദയ്ക്കും വിക്രത്തിനും തമ്മിൽ കൂടുതൽ അടുപ്പമുണ്ടാവാനും അവരൊന്നാവാനായിട്ട് അത് കാരണമായി തീർന്നേ. അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു രംഗങ്ങൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന ഉമ്മവെക്കുന്നതും, പിന്നെ അത് മാത്രമല്ല അവരുടെ കണ്ണിയുള്ള ആ നോട്ടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ പരസ്പരം എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അത്ര ആഴത്തിലൊരു ബന്ധമാണ് അവർ തമ്മിലുള്ളതെന്ന്. ഇനിയിപ്പോൾ ആരൊക്കെ വിചാരിച്ചാലും അവരെ തമ്മിൽ വേർതിരിക്കാനും പറ്റില്ലെന്ന്. അങ്ങനെ ഒടുവിൽ അവർ രണ്ടുപേരും അവർ പോലും അറിയാതെ ഒന്നാകുവാണ്. ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന വേദ പോലും വിചാരിച്ചില്ല. വേദയ്ക്ക് അറിയായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ അത് വിക്രം തന്നെയായിരിക്കും. വിക്രം അല്ലാതെ വേറെ ആരും വരാനായിട്ട് പോകുന്നില്ലെന്ന്. ഇനിയിപ്പോൾ പിന്നെ വേറൊന്നും നോക്കാനും ഇല്ലല്ലോ. ദൈവമായിട്ട് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്താണ് അവർ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും പക്ഷേങ്കിൽ ഈ പറയുന്ന ശ്രീകാന്തോ ചന്ദ്രശേഖരനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവരെ രണ്ടുപേരും കൂടെ പിരിക്കാൻ നടക്കുന്നതാണല്ലോ അവര്. പിന്നീട് കമലയും മാഷും കൂടെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി ചെല്ലുന്നുണ്ട്. കമലയ്ക്ക് ആ പഴയ ആ ഒരു മുഖത്തെ സങ്കടവും കാര്യങ്ങളും ഒക്കെ ഇല്ലായിരുന്നു, കുറെ കുറഞ്ഞായിരുന്നു. കാരണം കമലയ്ക്കറിയാം തൻ്റെ മോൻ ഇപ്പോൾ സേഫാണ്, അതും വേദയുടെ അടുത്താണ്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദനിക്ക് സംശയമായി. ഇവിടുന്ന് പോയ അമ്മയല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, സംസാരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വിക്രത്തെക്കുറിച്ച് ഓർത്ത് ഓരോ നിമിഷവും നെഞ്ചു പൊട്ടി കരയുന്ന കമലയായിരുന്നു ഇതിനു മുമ്പ് വരെ കണ്ടത്. വിക്രത്തിനെ പോലീസ് പിടികൂടുവോ അല്ലെങ്കിൽ വാസവന്റെ ആൾക്കാർ തീർത്ത് കളയോ എന്നൊരു ടെൻഷനൊക്കെ കമലയുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ. അപ്പം നന്ദിനി കണ്ടുകൊണ്ടിരുന്ന. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ മാറ്റമാണ്. പിന്നീട് നന്ദിനി ഇന്ന് വിനായകനോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല വിനയേട്ടാ, നിങ്ങളുടെ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച്. അതുപോലെ തന്നെ അച്ഛനും പഴയ സങ്കടമൊന്നുമില്ല വിക്രത്തെ ഓർത്തിട്ടുള്ളത്. അത് കേട്ട വിനയം പറഞ്ഞു, ഇപ്പം അതാണോ കാര്യം എന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പക്ഷേ ഇനിയിപ്പം വിക്രം അമ്മയെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരിക്കും എന്ന് ചോദിച്ചു. എവിടെ? ഹോസ്പിറ്റലിൽ. നീ എന്തൊക്കെ പൊട്ടത്തരേ പറയണേ, അങ്ങനെ വരാൻ പറ്റുന്ന കാര്യമാണോ? പോലീസും ആ വാസുവിൻ്റെ ആൾക്കാരും തെരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ അവരുടെയൊക്കെ കണ്ണ് വെടിച്ച് വരാനാണോ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനും പോണ്ട. വരുവാണെ വരട്ടെ, ഒരു നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആ വാസവന്റെ ആൾക്കാർ പിന്നെ വിക്രത്തിനെ വെറുതെ വിടാനൊന്നും പോകുന്നൊന്നുമില്ല. അപ്പം നീ മനസ്സിലെന്താ ഉദ്ദേശിക്കണേ? വിക്രത്തിനെ വാസവന്റെ ആൾക്കാർ പിടികൂടണം എന്നല്ല ആണോ? അല്ല, അങ്ങനെയല്ല വിനയേട്ട. എങ്കിൽ പിന്നെ മിണ്ടാതെ അവിടെ ഇരിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വിനായകൻ ഇറങ്ങിപ്പോയി. എന്നാലും നന്ദനിക്ക് സംശയമായിരുന്നു, അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര മാറ്റം ഉണ്ടാകാൻ കാരണം എന്താന്ന്. ആ സമയത്ത് വേദ വിക്രത്തോട് നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. എന്നിട്ട് പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീരണം. വിക്രം കുറ്റക്കാരനല്ല, നിരപരാധിയാന്നുള്ള സത്യം പുറലോകത്ത് കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും ഇനി എൻ്റെ അടുത്ത ശ്രമം. വിക്രം പറഞ്ഞു, പേടിക്കണ്ട, എന്ത് വന്നാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു.
പക്ഷേ അതുവരെ ഇവിടെ കഴിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം വേദ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാ, അല്ല ഞാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് പ്രശ്നമാകത്തില്ല, ഒരു പ്രശ്നമാകത്തില്ല, ധൈര്യമായിട്ട് നിന്നു. ഇനി എന്താണെങ്കിലും വിക്രം നിരപരാധിയാണെന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ വിക്രത്തിന് ഇവിടുന്ന് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. പക്ഷെ അതുവരെ വിക്രം ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ എന്നോടൊപ്പം ദർശനമുണ്ട്. ദർശനോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ദർശൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ദർശന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എനിക്ക് വേണേൽ സഹായമൊക്കെ ചെയ്തു തരാമെന്ന് ദർശൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സഹായിക്കാണ്ട് ദർശനോട് പറ്റും. എത്രയും പെട്ടെന്ന് തന്നെ വരുണ്ട കൊലയാളിയെ അതുകൊണ്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് സാധിക്കും, വിക്രം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.